ചേച്ചി അപ്പു വേണ്ടായിരുന്നു എന്ന ആയിരുന്നു. അയാൾ ആദ്യം മാരേജ് ചെയ്തതല്ലേ, ചേച്ചിക്ക് വേറെ ചെറുക്കനെ കിട്ടുമായിരുന്നു. ഓക്കെ, ഇത് ഞാൻ ഇതിപ്പം എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഓഫ് ഇതാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് എങ്ങനെയുള്ള ഒരാളാണ് ലൈഫിൽ വേണ്ടതെന്നുള്ളത്, അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയുള്ള ഒരാളാണ് വേണ്ടതെന്ന് എനിക്ക് എങ്ങനെ അറിയാം. കാരണം അത് ഒരാൾക്കും അറിഞ്ഞുകൂടാ. കാരണം ഇപ്പൊ അപ്പൂനെ അറിയാവൂ അപ്പൂന് എങ്ങനെ ഒരാൾ ലൈഫിൽ വേണ്ടെന്നുള്ളത്, അതേപോലെ എനിക്ക് അറിയാവൂ എനിക്ക് എങ്ങനെയാണ് ഒരാളാണ് ലൈഫിൽ വേണ്ടെന്നുള്ളത്. ഇപ്പൊ ഫസ്റ്റ് മാരേജ്, സെക്കൻഡ് മാരേജ്, തേർഡ് മാരേജ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഒരാളും ഒരാളുടെ ജീവിതത്തിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് അടുത്ത വർഷം ഞാൻ ഡിവോഴ്സ് ആവും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചെന്ന് കയറുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയാണ് ഒരു ലൈഫിലോട്ട് ചെല്ലുന്നത്, ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തെ അവിടെ ഡിവോഴ്സ് ആവും എന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓഫ്കോഴ്സ് നമ്മളെ ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നില്ല. അപ്പൊ എനിക്ക് എന്തായാലും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവില്ല. കാരണം എനിക്കറിയാം എനിക്ക് എങ്ങനെയുള്ള ഒരാളാണ് വേണ്ടതെന്നുള്ളത്. മേ ബി ഞാനൊരു 18-ാമത്തെ 19-ാമത്തെ വയസ്സിലോ ഞാൻ വിചാരിച്ചത്, ഞാൻ സീരിയസ്ലി എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഭയങ്കര ഒരു നല്ല ജോബ് വേണം, വൈറ്റ് കോളർ ജോബ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെന്റ് ജോബ് ഉള്ള ഒരാൾ വേണം. ഞാൻ എന്റെ 18-19 വയസ്സിലെ വ്യൂ ആണ് ഞാൻ പറയുന്നത്. കാണാൻ ഇങ്ങനെ ആയിരിക്കണം, നെഞ്ചിൽ കുറെ രോമം വേണം. എന്തിനാണ് വെച്ചാൽ കൂട്ടിയിട്ട് കത്തിക്കാനാണ് നിന്റെ അടുത്ത് ചോദിക്കുന്നത്. അല്ല പെണ്ണെ, അല്ല അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ പക്ഷെ ഇന്ന് എന്റെ പെർസ്പെക്റ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. എനിക്കൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് എനിക്കൊരു തൊല്ലയാവരുത്, അത്രേ ഉള്ളൂ. എനിക്ക് മെയിൻ ആയിട്ട് എനിക്കൊരു തൊല്ലയാവരുത്. കാരണം എനിക്ക് അപ്പൂൻ്റെ എന്ന് വെച്ചാല് എന്റെ ചുമരാണ്. എനിക്ക് എന്ത് കാര്യം ഞാൻ ഉറങ്ങി കിടക്കണം, 2 മണിക്ക് 1 മണിക്കൊക്കെ ഉറങ്ങി കിടക്കണം, അപ്പൂനെ വിളിച്ചെടുത്തിട്ട് ഞാൻ അപ്പൂ എനിക്ക് ഒട്ടും പറ്റില്ല, എനിക്ക് ഈ പീരീഡ്സിന്റെ 2 ദിവസം മുന്നേക്ക് ഞാൻ ഒട്ടും ഓക്കെ ആയിരിക്കും. ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കി കരയും. ഇൻകേസ് എനിക്ക് കരയാൻ കാരണമില്ലെങ്കിൽ ഞാൻ ആകാശദൂത് സിനിമയോ ഏതെങ്കിലും സിനിമയിൽ KPCയിൽ എഴുതിയൊക്കെ കരയണ കണ്ടെങ്കിലും ഞാൻ ഇരുന്ന കരയും, അതൊക്കെ ആലോചിച്ച് കരയും. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ എനിക്ക് ഞാനിപ്പോ 2 മണിക്കൊക്കെ ഞാൻ വേണം അപ്പൂന്ന് എണീറ്റ് എനിക്ക് ഓക്കെ അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ എണീറ്റില്ല, പിന്നെ എന്തൊരു പ്രശ്നം, നിനക്ക് പുറത്തു പോകണം, നമ്മൾ പോവാം എന്ന് പറയാൻ ലൈഫിൽ ഒരാളുണ്ടാവുന്നത് ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ഒരു വ്യൂയില് എന്റെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ ഒരു പാർട്ട്ണർ, ഹസ്ബൻഡ് വിട് അല്ലെങ്കിൽ എന്റെ ഒരു പാർട്ട്ണർ എന്നുള്ളത് എനിക്ക് 100% പുള്ളിയിൽ ഞാൻ ഹാപ്പിയാണ്, ഈ റിലേഷൻഷിപ്പ് ഹാപ്പിയാണ്. അപ്പൊ ഞാൻ പിന്നെ എന്തിന് ഒരു നോ പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ആ ക്യാരക്ടർ, അപ്പൂന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അഡ്മയർ ചെയ്യണ ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ട് ഇങ്ങനെ ഇത്ര സമാധാനമായിട്ടിരിക്കണം, അതൊക്കെ എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കണം. ഞാനിങ്ങനെ റിവേഴ്സ്, ഞാനൊക്കെ ഇങ്ങനെ മറ്റിങ്ങനെ ബോംബാണ് ഞാൻ. ഇങ്ങനെ ഒരു തീപ്പൊരി സൈഡിൽ കൂടെ പോയാലും ഞാൻ പൊട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ സിലിണ്ടർ ബോംബ് മറ്റേ മീനശ്ശേരി